ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ. ക്ലാസ്സിൽ കയറാറില്ല മിസ്ന? ഇനിയിപ്പോ ഒന്നും ഇടക്ക് വെച്ച് കയറിയൊന്നും മനസ്സിലാവാൻ പോകില്ല. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ്. എവിടെ പോയതാണ് ക്ലാസ്സിൽ കയറുന്നത്? ആ വഴിക്ക് പോയി. പിള്ളേരെ ഒരു കാര്യം പറയാനുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാന്നറിയില്ല, പറഞ്ഞായിരുന്നോ? December 15th എന്റെ മാരേജ് ആണ് കേട്ടോ, ഗുരുവായൂർ വെച്ച്. ഓക്കെ, താങ്ക് യു. മെസ്സേജ് ചെയ്യണ്ട, കൺഗ്രാറ്റ്സ് ഒന്നും അയക്കണ്ട കേട്ടോ. പറഞ്ഞില്ല അല്ലേ? ഞാൻ BA-ക്കാരോട് ആണെന്ന് പറഞ്ഞു. മൺഡേത്തെ ക്ലാസ് 16th ക്ലാസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മെസ്സേജ് ചെയ്യണ്ട. വിശ്വസം ഞാൻ വിചാരിച്ചു മെസ്സേജ് അയക്കണ്ട കേട്ടോ. എല്ലാരും പോകുന്നുള്ളൂ ഗുരുവായൂർക്ക്. ഗുരുവായൂർ വെച്ച് അമ്പലത്തിൽ വെച്ചോ? അല്ലല്ല, അവിടെയല്ല, ഇവിടെ തന്നെയാണ്. പക്ഷെ അവിടെ വെച്ച് കഴിക്കാൻ ആഗ്രഹം. ഓക്കെ, ഓക്കേടോ. മാൻ പവർ പ്ലാൻ കമ്പോണൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നതിനെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറെ ക്ലാസ്സുകളായെന്ന് തോന്നുന്നു. വലിയ ചാപ്റ്റർ ആണ്. പകുതിയായിട്ടുള്ളൂ. ഇനിയുണ്ട്. മാൻ പവർ പ്ലാൻ കമ്പോണൻസ്. ഒരു മാൻ പവർ പ്ലാനിൽ എന്തെല്ലാം കമ്പോണൻസുകളാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. Manpower plan can be broken down into 3 components. 3 components ആണ് manpower planning അടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? Forecasting, recruitment plan, training and development plan. Forecasting എന്ന് പറയുമ്പോൾ estimating future needs and stock taking of available resources in the organization. Chapter Human Resource Management, Chapter 36. Forecasting. Prediction എന്നുള്ളൊരു മീനിങ് കേട്ടോ. പ്രെഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രവചനം എന്ന് പറയും ഫോർകാസ്റ്റിംഗ്. Estimate future needs and stock taking of available resources in the organization. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ഉള്ള പ്ലാൻ ചെയ്യുക അല്ലെ. ഭാവിയിലേക്ക് ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സസിന്റെ അവൈലബിലിറ്റി അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അല്ലെ. സ്റ്റോക്ക് ചെയ്യണം. എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കാം ഫ്യൂച്ചറിൽ വരുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റും. അതുപോലെ തന്നെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ഒരു ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയുമാണ് എന്ത് ചെയ്യുന്നത്? ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. അതായത്
ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ്സുകൾ, തുടർന്ന് വരുന്ന റിസോഴ്സസുകൾ, ഓക്കെ, അതെല്ലാം തന്നെ എന്താണ് ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഫോർകാസ്റ്റിംഗ് പ്ലാനിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വരാനിരിക്കുന്ന ഭാവിയിലുള്ള കേട്ടോ. നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്താ? റിക്രൂട്ട് ചെയ്യാന്ന് പറയുന്നത്, റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിക്രൂട്ട് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാ? നിയമനം അല്ലെ, തിരഞ്ഞെടുത്ത് നിയമിക്കുന്നു അല്ലെ. അപ്പൊ എങ്ങനെയാണായിരിക്കും റിക്രൂട്ട്മെന്റ് പ്ലാനിങ് നടത്തുക? To meet the gap between the internal resources and estimated need by external recruitment. അതായത് ഒരു സ്ഥാപനത്തിൽ ചിലപ്പോ എന്താണ് അകത്ത് ഇത്രയും എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇന്റേണൽ ആയിട്ട് കുറച്ച് എംപ്ലോയീസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒരാവശ്യം വരും, 10 എംപ്ലോയീസ് ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ 15 പേരുടെ ആവശ്യമുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ 5 പേരെ നമ്മൾ പുറത്തുനിന്നോ അല്ലെങ്കിൽ അതർ സോഴ്സസിൽ നിന്നാണ് ആളെ റിക്രൂട്ട്മെന്റ് വഴി തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ആവശ്യാനുസരണം ജീവനക്കാരുടെ ആവശ്യാനുസരണം എങ്ങനെയാണോ അതിനനുസരിച്ച് അവരെ എന്താണ് പുറത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിലൂടെ പ്രധാനമായും നടത്തപ്പെടുന്നത്. എല്ലാ സോഴ്സസിനും എന്താണ് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, തിരഞ്ഞെടുക്കൽ പ്രക്രിയ ഉണ്ടായിരിക്കും, ഏത് വഴിയായിരിക്കണം നിയമിക്കണം എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടായിരിക്കും അല്ലെ. അത് ഏത് പ്രോഗ്രാം ആണെങ്കിൽ കൂടി എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ അതിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പ്ലാനിങ് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്താണ്? To utilize fully the human resources of the organization and to develop the potential resources. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ? To utilize fully the human resources of the organization and to develop the potential resources. എന്താ പറയുന്നത്? മൂന്നാമത്തെ പ്ലാനിങ്ങിൽ എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷന്റെ മനുഷ്യവിഭവശേഷി അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയായിരിക്കണം? പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം അല്ലെ, പൂർണ്ണമായിട്ട് വിനിയോഗിക്കാനും പിന്നെ എന്താണ് മറ്റു റിസോഴ്സസ് വികസിപ്പിക്കാനുമുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ടു ഡെവലപ്പ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്, മറ്റ് വിഭവങ്ങൾ വികസിപ്പിക്കാനും കഴിയുന്ന തരത്തിലൊരു പ്ലാനിങ് തയ്യാറാക്കണം. അപ്പൊ ഈ 3 പ്ലാൻസുകളുടെ അടിസ്ഥാനത്തിൽ, 3 കമ്പോണന്റിന്റെ അടിസ്ഥാനത്തിലാണ് മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെ പ്ലാനിങ്ങാണ് അതിൽ വരുന്നത്? ഫോർകാസ്റ്റിംഗ് പ്ലാൻ. ഫോർകാസ്റ്റിംഗ് എന്താണ്? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഭാവി ആവശ്യങ്ങളും അല്ലെ, ഭാവിയിലുള്ള ഫ്യൂച്ചർ നീഡ്സും സ്ഥാപനത്തിന് ലഭ്യമായ മറ്റു റിസോഴ്സസുകളും സ്റ്റോക്ക് ചെയ്യുക. ഒരു ഓർഗനൈസേഷന്റെ മറ്റു റിസോഴ്സുകൾ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ, ഫ്യൂച്ചറിൽ ആവശ്യമായി വന്നേക്കാവുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്താണ്? ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ. ഈ ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോ 15 എംപ്ലോയീസിന് എടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ അവിടെ 10 എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അവരെ പുറത്തു നിന്നുള്ള നിയമനത്തിൽ അല്ലെ അത് മറ്റ് നിയമനങ്ങൾ വഴി എന്താണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 5 പേരെ കൂടി പുറത്തു നിന്ന് നിയമിക്കുന്നതാണ് എന്താ റിക്രൂട്ട്മെന്റ് പ്ലാനിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? To utilize the fully the human resources of the organization and to develop the potential resources. എന്താണ് സ്ഥാപനത്തിന്റെ മനുഷ്യവിഭവശേഷി പൂർണ്ണമായി വിനിയോഗിക്കുവാനും മറ്റ് സാധ്യതയുള്ള വിഭവങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എന്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിങ്ങില് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പ്ലാനുകളുടെ അടിസ്ഥാനം 3 കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാൻ പവർ പ്ലാനിങ് കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങള് ഇതിന്റെ ഹെഡിങ്സ് മാത്രം പഠിക്കുക കേട്ടോ, സബ് ഹെഡിങ്സ് മാത്രം പഠിച്ചു വയ്ക്കുക. മാൻ പവർ പ്ലാനിങ് കമ്പോണൻസ് ഏതൊക്കെയാണ് പഠിക്കുന്നത്? ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതിനുള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത്രയും മാത്രം പേരുകൾ മാത്രം ഓർത്തിരിക്കുക. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, നിയമനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് റിക്രൂട്ട്മെന്റ്? Recruiting means the discovering of talented applicants for actual or expected organizational vacancies. എന്താണ് recruiting means discovering of talented applicants for actual or expected organizational vacancies. അല്ലേ? കഴിവുള്ള അപേക്ഷകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന്, അല്ലെ? ഒരു അപേക്ഷകൾ നോക്കിയതിനു ശേഷമാണ് നമ്മൾ ആരേക്ക് നിയമിക്കണം എന്നുള്ള ഒരു തീരുമാനത്തില് ആരൊക്കെ പേരുകൾ സെലക്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ടാലൻസ് അനുസരിച്ചാണ് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് and encouraging them to apply for the jobs in an organization. എന്താണ് റിക്രൂട്ട്മെന്റ്, അല്ലെ? ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, അണ്ടർലൈൻ ചെയ്യാട്ടോ. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? സാധ്യതയുള്ള ജീവനക്കാരെ ആകർഷിക്കുകയും ഒരു സ്ഥാപനത്തിലെ ജോലി അപേക്ഷിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Recruitment is a process attracting potential employees and encouraging them to apply for the jobs in that organization. Recruitment എന്ന് പറയുന്നത് എന്താണ് നിയമനം എന്ന് പറയുന്നത്? ഇതൊരു പ്രോസസ് ആണ്. അതിൽ എന്താണ് ചെയ്യപ്പെടുന്നത്? Attracting potential employees and encouraging them to apply for the jobs in an organization. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. യെസ്, കഴിവുള്ളവരെ സെലക്ട് ചെയ്ത് നിയമിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്, അല്ലെ? പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടാലന്റഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. റിക്രൂട്ട്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യുക. യെസ്, അതുപോലെ തന്നെ എന്താണ് അവരെ ഒരു സ്ഥാപനത്തിൽ ജോലിയെ അപേക്ഷിക്കാനും ആ ജോലിയിലേക്ക് അവരെ വരുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ടാലന്റഡ് ആയിട്ടുള്ള ജോലിക്കാരെ ആകർഷിക്കുകയും മാത്രം ചെയ്യല്ല, എന്താണ് ഒരു സ്ഥാപനത്തിലെ ജോലിയെ അപേക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് കൂടിയാണ്, ഒരു പ്രക്രിയ കൂടിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും? ഈ അപേക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, അതർ ബെനഫിറ്റ്സുകൾ, അല്ലെ? മറ്റ് ആനുകൂല്യങ്ങള്, മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് അവരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, yes. Recruitment has been considered as the most important function of personal administration. Personal administration ഏറ്റവും ഒഴിച്ചുകൂടാനാത്ത ഒരു ഫംഗ്ഷൻ ആണ് നിയമന രീതികൾ എന്ന് പറയുന്നത്. ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? Unless the right type of people is not hired. നോട്ട് എന്നാണ് കേട്ടോ, നെറ്റ് അല്ല, നോട്ട്.
ശരിയായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തപ്പെടുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ഓർഗനൈസേഷന്റെ കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക, കഴിവുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടത്തപ്പെടുന്നത്. അതായത് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയാറില്ലേ, തന്നെ. ഓക്കെ, റൈറ്റ് പ്ലേസിലേക്ക് എത്തുന്നതിന് എന്താ ചെയ്യുന്നത്, ആളെ കൃത്യമായ രീതിയിൽ റിക്രൂട്ട് ചെയ്ത ആളുടെ ക്വാളിഫിക്കേഷൻ, ടാലൻസ്, മറ്റ് എബിലിറ്റീസ് ഒക്കെ നോക്കിയതിനു ശേഷം മാത്രമാണ് ഒരു പൊസിഷനിലേക്ക് അയാളെ നിയമിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി റൈറ്റ് പീപ്പിൾ അല്ല നമ്മൾ ഇനിയിപ്പോ തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റ് ക്വാളിറ്റീസും ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ ചിലപ്പോൾ ചില റിക്രൂട്ട്മെന്റില് കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ അത് ഉള്ള സർട്ടിഫിക്കറ്റ്സുകളൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. പൈസ കൊടുത്ത് കയറാം, അതെങ്കിലും സ്വാധീനങ്ങൾ വഴി, അതായത് നാഷണൽ പാർട്ടി ബേസ്ഡോ അങ്ങനെയൊക്കെ എന്താണ് സ്വാധീനങ്ങൾ വഴി ചിലപ്പോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല അവർക്ക് അല്ലെ, ചിലപ്പോ അതെല്ലാം കള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും. ജോലിക്ക് കയറാനുള്ള പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് നേടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് എന്താണ് അവർക്ക് ജോലി തുടർന്നുകൊണ്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള അവർക്കത് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കില്ല അല്ലെ. എന്താ പറയാ, ബോധം വെളിവില്ലാത്ത ചെറുപ്പത്തിലുള്ള കുറെ ജീവനക്കാരുണ്ടായിരിക്കും. അപ്പൊ ആ തുടക്കത്തിലായിരിക്കും അതൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ഇവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, വൻ സ്വാധീനങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവരെ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, പൈസയൊക്കെ കൊടുത്ത് കയറുന്നത് കേട്ടിട്ടില്ല നമ്മളെ ജോലിയൊക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാറില്ല, ജസ്റ്റ് കേട്ടിട്ടുണ്ട്. യെസ് അല്ലെ, സ്വാധീനം ഉപയോഗിച്ചിട്ട് ഓരോ പദ്ധതികൾ അവർ സ്വീകരിക്കുന്നു. ഓക്കെ, പൈസ കൊടുത്ത് വാങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ആ ഓർഗനൈസേഷന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മോശം ഉണ്ടാകുന്നത്. അവര് കാരണം മൂലം ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് വൻ ലോസ് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ആ ഓർഗനൈസേഷൻ എന്താണ് പ്ലാൻസ്, ഓർഗനൈസേഷന്റെ സിസ്റ്റം മൊത്തമുള്ള കൺട്രോൾ ചിലപ്പോ പോകാനായിട്ട് ഇതേപോലത്തുള്ള ആൾക്കാർ ചിലപ്പോ നിയമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ്, ബിക്കോസ് unless the right type of people is hired, even the best plan organization charts and control system would not do much good. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ തന്നെ തകരാറിലാവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, കഴിവില്ലാത്ത ആൾക്കാരിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അറിയില്ല, അവിടെ പൈസ കൊടുത്ത് കയറിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളവരൊക്കെ കയറാൻ നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കമ്പനി മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് കയറണം. അങ്ങനിപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. It is often termed positive in that it persuades people to apply for jobs to enhance the hiring ratio. The number of applicants for a job selection, on the other hand, trends to be negative because it refuses a good number of those who apply, leaving only the best to be hired. എന്താണ് ഒരു നിയമന അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ നിയമിക്കുക എന്നുള്ളൊരു റേഷ്യോ ഉണ്ടായിരിക്കും, ഒരു അനുപാതം ഉണ്ടായിരിക്കും. Positive in that persuades people to apply for jobs to enhance the hiring ratio. അപ്പൊ ഇത്ര പേരെ മാത്രമായിരിക്കും ജോലി സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത്, നമ്പർ ഓഫ് പീപ്പിളിനെ ആയിരിക്കാം ഇത്ര പേർക്ക് ഇത്ര അനുപാതം എന്നുള്ള രീതിയിലായിരിക്കാം വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഫോർ എ ജോബ് എങ്ങനെയായിരിക്കും, ഇപ്പൊ 5 ഒഴിവായിരിക്കും കൊടുക്കുന്നത്, എത്ര ആൾക്കാർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കും, 5 ഒഴിവായിരിക്കും ഉണ്ടായിരിക്കുന്നത്, എത്ര പേര് പങ്കെടുക്കും അതില്, ഒരു നല്ല കമ്പനി, നല്ലൊരു നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അവിടെ 5 ഒഴിവിനാണ് വിളിച്ചിരിക്കുന്നത്, എത്ര പേര് അവിടെ ആപ്ലിക്കൻസ് കൊടുക്കും, അപ്ലൈ ചെയ്യും ഇന്റർവ്യൂവിന് വേണ്ടി. യെസ്, മോർ പീപ്പിൾ അല്ലെ, ചിലപ്പോ ഒരുപാട് പീപ്പിൾ അല്ലെ, ഒരു ഒഴിവിനൊക്കെ വേണ്ടി ഒരുപാട് പീപ്പിൾ ആയിരിക്കും അവിടെ ആ ജോബ് ആപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ അതൊരു ട്രെൻഡാണ്, അങ്ങനെ എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. ഇപ്പൊ അങ്ങനെയാണ് അല്ലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ. അപ്പൊ അതേപോലെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും ഉണ്ടാവും അല്ലെ, അങ്ങനെയാണ് അതിന്റെ ഒരു നമ്പർ ഓഫ് എണ്ണം കൂടുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത്, അപ്പൊ നിങ്ങൾ ഇതിൽ പ്രധാനമായും പഠിക്കേണ്ടത് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് മാത്രമാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ളത് മാത്രം കേട്ടോ. Recruitment is process of attracting potential employees and encouraging them to apply for the jobs in an organization. ഒരുപാട് വാരി വെച്ചാൽ പഠിക്കണ്ട, ഈ പറയുന്ന അടയാളപ്പെടുത്തി തരുന്ന പോയിന്റ്സിൽ മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് റിക്രൂട്ട്മെന്റ്? എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു നിയമന രീതിയെ അഫക്ട് ചെയ്യുന്നത്? ഇത് കേൾക്കാം. Conditions of the employment in the the size of the organization. The size of the organization. Organization le size. Hi Nisna. Camera on. The size of the organization. എന്താണ് size of the organization? ഒരു സ്ഥാപനം എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വലിയൊരു കമ്പനി അല്ലെ, വലുത് ചെറുതെന്നുള്ള ഒരു സൈസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇപ്പൊ വലിയ കമ്പനി ആണെങ്കിൽ എന്താണ്, ഒരുപാട് ജീവനക്കാർ ആവശ്യമായിട്ട് വരും അല്ലെ. വലിയ കമ്പനീസ് ആണെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, നിയമിക്കുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ആൾക്കാർ ആവശ്യമായി വരാം. ഇനി ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിലോ അവിടെ അധികം റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ചെറിയൊരു സ്ഥാപനമല്ലേ, അപ്പൊ അവിടെ അധികം റിക്രൂട്ട്മെന്റ് നടത്തി ജീവനക്കാരെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ സൈസ് റിക്രൂട്ട്മെന്റ് നിയമന രീതിയെയും കൂടെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, മനസ്സിലായോ അത്? എന്താണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്? ഓർഗനൈസേഷന്റെ വലിപ്പം അല്ലേ, വലുതാണോ, സ്ഥാപനത്തിന്റെ വലിപ്പം എങ്ങനെയാണ്? ഇപ്പൊ വലിയ കമ്പനീസ് ആണെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ, അവിടേക്ക് എന്താ ഒരുപാട് ആൾക്കാരെ, നമ്പർ ഓഫ് പീപ്പിൾ ഒരുപാട് കൂടുതലായിരിക്കും അല്ലെ, സെലക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ എന്താണ്, അവിടെ അധികം ആൾക്കാർ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ആ ഒരു സൈസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഓർഗനൈസേഷന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലും എന്താണ് അതും റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതും റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു മറ്റൊരു ഫാക്ടറാണ്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? എന്തെങ്കിലും മഴയൊക്കെ ഉണ്ടോ? കാറ്റ്, മഴ, ഭയങ്കര കാറ്റാണ്. മഴയല്ല, ഇവിടേക്ക് ഭയങ്കര കാറ്റാണ്. മഴയുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. യെസ്, പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ. പുറത്തിരുന്നാലും അകത്തിരുന്നാലൊക്കെ തന്നെ. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ എന്താണ്? കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് in the community where the organization is located. Condition of the employment എന്താണ്? ബിസിനസ് അവധിയിലാണോ? അവിടെ മഴയുണ്ടാണോ? തണുപ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ തണുപ്പുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്, മഞ്ഞുണ്ട്, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. രാവിലെയൊക്കെ നല്ല മൂടൽ മഞ്ഞായിരിക്കും, നല്ല തണുപ്പായിരിക്കും, നല്ല ഭംഗിയുള്ള പ്രഭാതമാണ് രാവിലെ ഒരു 5:30ക്ക് ശേഷം. ബാങ്കിൽ പോയി ഇപ്പൊ ഈ ഡിസംബർ മാസം നോക്കുമ്പോ പകല് കൂടുതലല്ലേ, രാവിലെ വെളുപ്പിന് നേരം വെളുക്കും, പെട്ടെന്ന് തന്നെ വെട്ടം വരും, നല്ല ഭംഗിയാ കാണാം. പക്ഷെ ഉടനെ മഴയൊക്കെ വരും, മഴയും ഹിന്ദിയിലൊക്കെ. അടുത്ത എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ കണ്ടീഷൻസ് അല്ലെ, തൊഴിൽ വ്യവസ്ഥകള്. ആ ഒരു സ്ഥാപനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള തൊഴിലുകളാണ്, അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകള് റിക്രൂട്ട്മെന്റിനെ
ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ. കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, അടുത്ത ഫാക്ടർ എന്താണ്? The result of past recruiting efforts which show the organization capacity to locate and keep good performing people. അടുത്ത ഫാക്ടർ എന്താണ്? Result of past recruiting efforts which show the organization capacity to locate and keep good performing people. എങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? റിക്രൂട്ട്മെന്റിന്റെ എഫേർട്സ് അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ ആയിരിക്കും. ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ അല്ലെ, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ ആയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്, റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് തിരഞ്ഞെടുത്തവരെ അവരുടെ ഓർഗനൈസേഷൻ എവിടെയാണോ അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് പെർഫോമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിഫിക്കേഷൻ മാത്രമല്ല, അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ അടക്കം മറ്റു ടാലന്റുകൾ അടക്കം നോക്കിയിട്ടാണ് ആളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമായിട്ട് എന്താണ് അവരെ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിൽ അവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു നിയമന രീതിയും ഉണ്ടാവും. ഓക്കെ, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവില്ല, എല്ലാവരും ഒരേ കാറ്റഗറി ആയിരിക്കില്ല. എല്ലാവരും മിക്കവരും എന്താണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടായിരിക്കും അവരെ. അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി അനുസരിച്ച് അവരെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കും. അപ്പൊ അതൊരു ഫാക്ടർ തന്നെയാണ്. അടുത്ത ഫാക്ടർ എന്താണ് റിക്രൂട്ട്മെന്റിന്റെ? വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. Working atmosphere and salary benefits packages offered by organization which may influence turnover and demand future recruiting. എന്താണ് റിക്രൂട്ട്മെന്റിലെ മറ്റ് ഫാക്ടർ എന്താണ്? Working atmosphere and salary benefits packages. ഇപ്പൊ ഒരാള് ജോലിക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് മറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ച് മറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ഇത്ര ബെനിഫിറ്റ്സ് അതൊക്കെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. ഓരോ ജീവനക്കാരെ അട്രാക്ട് ചെയ്യുന്നതൊക്കെയല്ലേ ആ ഒരു പാക്കേജിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എന്താ അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് ഒരുപാട് പേര് അതിൽ ആകർഷിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ഇപ്പോ ജോലി സ്ഥാനത്ത് തുടരണോന്ന് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അവിടെ തുടരണോ വേണ്ടേ എന്നുള്ളത് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അട്രാക്ട് ചെയ്യും. സാലറിയും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ അട്രാക്ട് ചെയ്തിട്ട് ജോലിക്ക് കയറുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്. ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള പാക്കേജസുകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ വിത്തൊന്നില്ല കേട്ടോ, ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. വിത്തൊന്നില്ല, വിത്ത് എന്നുള്ളത് വെട്ടികളാണ്. എന്താണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്? ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ വളർച്ച അല്ലെ, ആ സ്ഥാപനത്തിന്റെ വളർച്ച അല്ലെ. വളർച്ച എന്താണ് ഇപ്പൊ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എന്താണ് അവിടെ നിയമസാധ്യതകൾ കൂടുതലായിരിക്കും. ആൾക്കാര് ജീവനക്കാരെ ആകർഷിച്ച് ആ സ്ഥാനത്ത് ജോലി ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാകും അല്ലെ. അതിന്റെ ഒരു വളർച്ച എങ്ങനെയാണ്? നല്ല ഹൈലി പെർഫോമൻസ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ എന്താണ് എല്ലാവരും അവിടെ ജോലി ചെയ്യാനായിരിക്കും ആഗ്രഹിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റിന്റെ ഒരു മറ്റൊരു ഫാക്ടർ ആയിട്ട് എന്ന് പറയാം ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വളർച്ചയും റിക്രൂട്ട്മെന്റിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഓക്കെ, അഫക്ട് ചെയ്യുന്ന ഒരു മറ്റൊരു ഘടകമാണ്. അടുത്തത് ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമേഴ്സ്.
എന്താണ് the level of seasonality of operations. എന്താണ് level of seasonality of operations എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഫ്യൂച്ചറില് ഇപ്പൊ നമ്മളിങ്ങനെ പറയൂലേ, ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു സമയം എപ്പോഴായിരിക്കും? ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് എപ്പോഴായിരിക്കും? സീസൺ ബേസ്ഡ് ആയിരിക്കും അല്ലെ? സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഓണം, ക്രിസ്മസ് അല്ലെ, ഫെസ്റ്റിവൽ ടൈംസില് എന്താണ് നമ്മുടെ തിരക്ക് കൂടുന്ന സമയമായിരിക്കും. യെസ്, ഇത് അല്ലെ, എല്ലാ പ്രോഗ്രാംസിലും റംസാൻ എന്തോ ആയിക്കോട്ടെ, എന്താണ് ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു സീസണൽ ടൈമാണ്. ആ ടൈമിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ ചെയ്യുന്ന പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷനെ അറിയാം ഇന്ന സമയങ്ങളിൽ ഇത്ര ആൾക്കാരെ, ഇപ്പൊ ആ ഒരു സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ജീവനക്കാർ ആവശ്യമായിട്ട് വരും അല്ലെ, കാരണം തിരക്കുള്ള സമയമാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ആവശ്യമായിട്ട് വരുന്ന സമയമാണെന്നുള്ളത് അവർക്കറിയാം അല്ലെ. അപ്പൊ എന്താണ് സീസൺ, അപ്പൊ അതിനും കൂടിയിട്ടുള്ള ആൾക്കാരെയും കൂടി, അതിനും കൂടിയിട്ടുള്ള ജീവനക്കാരെയും കൂടിയിട്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി കണ്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇനി ആൾക്കാരെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ അതിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്താണ് പല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യും, പല ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാറ്റും, അല്ലെങ്കിൽ പുറത്തു നിന്ന് ആൾക്കാരെ എടുക്കും അല്ലെ. ഇന്റേണലിൽ നിന്ന് എടുക്കും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ എടുക്കും, പുറത്തു നിന്നും ആൾക്കാരെ എടുത്തിട്ട് എന്താണ് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ സീസണലി ആണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ എന്താണ് തിരക്കുകൾ വരുന്ന സമയം. ഇപ്പൊ ഫുഡ് കമ്പനീനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കേക്കിന്റെ കമ്പനിയാണ്, ഇപ്പൊ ക്രിസ്മസ് സീസണിലാക്കി ഏറ്റവും കൂടുതൽ അവിടെ എന്ത് വേണ്ടത്? ജീവനക്കാർ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതിനെന്താണ്? അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് ജീവനക്കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റിക്രൂട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് ഈ സീസണൽ ടൈമിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ നിയമിക്കപ്പെടുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ, സെയിൽസ്മാനും സെയിൽസ് ഗേൾസും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. എടുത്ത് കൊടുക്കാനും പിടിക്കാനും കവർ നമ്മൾ സെലക്ട് ചെയ്ത സാധനം അവര് കൊണ്ടു കൊടുക്കാനും അവിടുന്ന് വേറൊരാൾ പിന്നെ ബില്ല് പേ ചെയ്യാനായിട്ട് പിന്നെ ജസ്റ്റ് അവർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരെ എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുമിച്ച് കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, കണ്ടിട്ടില്ല അങ്ങനെ? യെസ്, കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഇനി മറ്റു ഫാക്ടർ എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിനൊക്കെ അഫക്ട് ചെയ്യുന്നത്? കൾച്ചറൽ അല്ലെ, സാംസ്കാരികപരമായും സാമ്പത്തികപരമായും പിന്നെ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മറ്റു ഫാക്ടേഴ്സുകളും റിക്രൂട്ട്മെന്റിനെ എന്താണ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിൽ അഫക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടറുകളാണ്? Size അല്ലെ, the size of the organization, condition of the employment in community where organizations is located, conditions of employment എന്ന് പഠിച്ചാലും മതി കേട്ടോ. The result of past reporting for organization capacity locate and keep good performing people. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. To locate and keep good performing people. Then working atmosphere and salary benefit packages. And growth rate of organization. എന്താണ്? Level of seasonality of operations. Level of seasonality of operations. Then cultural, economic and legal factors. Second point എന്താണ്? Conditions of the employment. അതായത് തൊഴിൽ വ്യവസ്ഥകൾ. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും ഓരോ റിക്രൂട്ട്മെന്റിന് അല്ലെ. ഇന്ന പോലെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും അത് തീരുമാനിക്കപ്പെടുന്നത് അല്ലെ. കാസ്റ്റ് ബേസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിസ് ഒക്കെ എന്താണ് ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. ഇന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന പേര് ഇത്ര പേരെ സെലക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര ഏജ് കാറ്റഗറി ആയിരിക്കണം, അല്ലെങ്കിൽ കാസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യവസ്ഥിതികളുണ്ടാവും. പിന്നെ തൊഴിൽപരമായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ്, അവരുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് കണ്ടീഷൻസ്
അതും എന്താണ്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത് അല്ലേ. ഓക്കെ, അതില് എംപ്ലോയീസിന്റെ പേഴ്സണൽ ഡാറ്റാസ് വരെ ഉൾപ്പെടാൻ നമുക്കൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതിനാണ് ഓക്കെ. ഫാക്ടേഴ്സ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇനി റിക്രൂട്ട്മെന്റ് ഫാക്ടേഴ്സില്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. അപ്പൊ നിങ്ങൾ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്. ഇനി നോക്കാൻ പോകുന്ന ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത്, ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത്. Person recruitment process consists of 5 elements. 5 elementsന്റെ ബേസിസിലാണ്, പ്രധാനമായി 5 ഘടകങ്ങളുടെ ബേസിസിലാണ് റിക്രൂട്ട്മെന്റ് പോളിസീസ് പ്രോസസ്സുകൾ നടത്തുന്നത്. ഫസ്റ്റ് എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് പോളിസി? റിക്രൂട്ട്മെന്റ് പോളിസിന്റെ ഒരു നിയമന പോളിസി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമന രീതി ഉണ്ടായിരിക്കും. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ഹൗ യു ഹയർ. It defines your company's preferred hiring practices and encourages consistency within your employee recruiting process, such as policy declares objectives of the recruitment and provide a framework and implementation of the recruitment program. അതായത് ഒരാളെ നിയമിക്കണമെങ്കിൽ, ഒരു കമ്പനിയിലേക്ക് ഒരാളെ നിയമിക്കണമെങ്കിൽ എന്താണ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയ നിയമാവലി അടങ്ങിയ ഒരു ചട്ടക്കൂട് ഉണ്ടായിരിക്കും അല്ലെ. ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നായിരിക്കും എത്ര ആൾക്കാരെ സെലക്ട് ചെയ്യണം, എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള സെലക്ട് ചെയ്യണം, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ആരെ നിയമിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പോളിസി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് കുറച്ച് ഇംപ്ലിമെന്റേഷൻസ്, കുറച്ച് നിയമാവലികൾ അതിൽ ഇംപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസിൽ ഈ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് പ്രധാനമായി 5 പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായ ആ പോളിസിയിൽ അവർ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ അത് പഠിക്കാം കേട്ടോ. ഇങ്ങനെ അടയാളപ്പെടുത്താം. റിക്രൂട്ട്മെന്റ് പോളിസി ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ എന്നുള്ള അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം എന്താണ്, ആ ഡിക്ലറേഷന് കൊടുത്തിരിക്കുന്ന പോളിസികളുടെ പേരുകളാണ് അല്ലെ. അത് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇത് ആദ്യം അണ്ടർലൈൻ ചെയ്യാം. ആദ്യ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം, ഇവിടം വരെ ഹയർ വരെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇത് നോക്കാം കേട്ടോ. ബാക്കിയുള്ളത് നോക്കണ്ട, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ റിക്രൂട്ട്മെന്റ് പോളിസി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രിൻസിപ്പിൾസ്? എംപ്ലോയർ ടു സെറ്റ് ജനറൽ പ്രിൻസിപ്പിൾസ് ആർ, എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾ, കുറച്ച് തത്വങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ഈച്ച് ജോബ്. To select and employ the best qualified persons for each job. എന്താണ്? മികച്ച യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുക അല്ലെ. മികച്ച യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യത്തെ പ്രിൻസിപ്പിളിലെ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് എംപ്ലോയീസിനെ അല്ലെ. ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് പോളിസിയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഫസ്റ്റ് പോളിസി ക്ലിയർ ആണോ? To select and employ the best qualified persons for each job. Okay. Second principle എന്താണ്? To employ the best and most promising of those hired. To employ the best and most promising of those hired. എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിള്? അതായത് കുറച്ചുപേര് നമ്മള് ബെസ്റ്റ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. നിയമിക്കപ്പെട്ടതിൽ ഏറ്റവും മികച്ചതും വാഗ്ദാനങ്ങൾ എന്നുള്ളതുമായ, വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നത് പ്രോമിസസ്. ആ ഓർഗനൈസേഷനില് ചിലപ്പോ എന്താണ് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഉണ്ടായിരിക്കാം അല്ലെ.
അപ്പൊ അവർ ചിലരിൽ അതിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ തുടരുന്ന ഒരു പ്രോമിസ് കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താണ് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് കമ്പനി ഓർഗനൈസേഷൻ എന്താണ് ഒരിക്കലും അവരുടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് എന്താണ് എന്താണ് അവരെ വിട്ടയക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് ഞങ്ങൾ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രോമിസിങ് അവരിൽ നിന്ന് അല്ലെ. അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് കമ്പനീസിൽ ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. എന്താണ് അവരിൽ നിന്ന് ബെസ്റ്റ് മോസ്റ്റ് പ്രോമിസിങ് ദോസ് ഹയർഡ് അല്ലെ. ഉറപ്പായും കുറച്ച് പേര് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടാലന്റഡ്, ഹൈലി ടാലന്റഡ് ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് അതേപോലെ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ഒക്കെ ഒരുപാട് കൂടുതലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ആ ഒരു കാറ്റഗറിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ എന്താണ് employ the best and most promising of those hired. അതായത് നിയമിക്കപ്പെട്ടവരിലെ ഏറ്റവും മികച്ചതും വാഗ്ദാനമുള്ളതുമായ ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ് എന്താ പോളിസിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, to offer favorable opportunities. To offer favorable opportunities for lifetime working careers. To offer favorable opportunities for lifetime working careers. Favorable opportunities എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ favorable opportunities favorable opportunities for lifetime working. ഫേവറബിൾ അവർക്ക് വേണ്ട എന്താണ് അവസരങ്ങൾ കൊടുക്കുക, ഫേവറബിൾ ആയിട്ടുള്ള അവസരങ്ങൾ. അതായത് ലൈഫ് ടൈം വർക്ക് കരിയറിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം അതില്? ചിലപ്പോ ചിലവർക്ക് അബ്രോഡിലേക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. ഇന്ന വർഷം തങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്താല് 5 വർഷത്തിന് ശേഷം എന്താണ് തങ്ങളെ അബ്രോഡ് വിദേശത്തിലേക്ക് എന്താണ് വിദേശത്തെ ഓഫീസിലേക്ക് ചിലപ്പോ പ്രമോഷൻ നൽകി മാറ്റാം അല്ലെ. അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ദെൻ ബെറ്റർ ഫെസിലിറ്റിക്ക് മറ്റ് ചിലപ്പോൾ സാലറിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രമോഷൻസ്, വേജസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ അത്ര മറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് കുറച്ചുകൂടി. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കമ്പനിയിലോട്ടൊക്കെ എന്താണ് ആൾക്കാർ കുറച്ചും കൂടി എന്താണ് ആകർഷകമായി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് കുറച്ചും കൂടി അവരുടെ കരിയർ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർ ആ ഒരു കമ്പനിയിൽ തുടർച്ചയായിട്ട് നിൽക്കുകയും ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഒരു എന്താണ് പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അങ്ങനെ പല തന്ത്രങ്ങളും മെനഞ്ഞൊക്കെയാണ് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യായിരിക്കും. ചിലപ്പോൾ ചില കമ്പനീസ് എന്താണ് ചിലപ്പോ നല്ല രീതിയിൽ പോകണമാണെങ്കിൽ ചിലപ്പോൾ അതിന് അഷ്വർ ആയിട്ടുള്ള അല്ലെ വിശ്വസ്തമായിട്ടുള്ള കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിറവേറ്റും, ശമ്പളമായിട്ട് ശരി മറ്റു ഫെസിലിറ്റീസ് കൃത്യമായി കൊടുക്കുന്നുണ്ടാണ്. പക്ഷെ ചിലരും തട്ടിപ്പ് നടത്തുന്നവരുണ്ട് അല്ലെ. 2 കാറ്റഗറീസും ഉണ്ട്. To offer favorable opportunities for lifetime working careers. To provide programs and facilities for personal growth on the job. To provide programs and facilities for personal growth on the job. Provide programs and facilities. Programs and facilities for personal growth on the job. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്? എംപ്ലോയീസിന്റെ പേഴ്സണൽ ഗ്രോത്ത് അല്ല, ജോലിയിൽ പേഴ്സണൽ ഗ്രോത്ത് വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസുകള് മറ്റു ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. എല്ലാം സെയിം റിലേറ്റഡ് ആണ്. എന്താണ് അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാംസും ഫെസിലിറ്റീസ് ഒക്കെ അല്ലെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് കുറച്ചുകൂടി അവരുടെ ജോലിയിൽ പേഴ്സണൽ ആയിട്ട് എന്താണ് മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ആൾക്കാർ അതിൽ അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അതൊരു റിക്രൂട്ട്മെന്റ് പോളിസിയുടെ പ്രിൻസിപ്പിൾ ഒന്നാണ്. ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ് അപ്പൊ പറയുന്നത്? ടു സെലക്ട് ആൻഡ് employ the best qualified persons for a job.
പോളിസിയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. എന്താണ്? മികച്ച യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുക. മികച്ച യോഗ്യതയുള്ളവരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഓരോ പൊസിഷൻസിലേക്കും തിരഞ്ഞെടുക്കുക. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? To employ the best and most promising of those hired. To employ the best and most promising of the hired. അപ്പൊ നിയമിച്ച ആൾക്കാരില് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുക അല്ലെ, ബെസ്റ്റ് ക്വാളിഫൈഡ്. അതായത് അവിടെ ടാലന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എത്രയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. തേർഡ് പ്രിൻസിപ്പിൾ എന്താണ്? ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. എന്താണ്? ടു ഓഫർ ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവരുടെ വർക്കിംഗ് കരിയേഴ്സിൽ ഒരുപാട് ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സിൽ എന്താണ് അവർക്ക് ഒരുപാട് എന്താണ് നേട്ടങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫർ, ഫേവറബിൾ ആയിട്ടുള്ള അവസരങ്ങൾ ഓഫർ ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് പേര് അതിൽ അട്രാക്ട് ചെയ്ത് വരികയും ആ ഒരു സ്ഥാപനത്തില് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അല്ലാതെ വെറുതെ സാലറി മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആൾക്കാർ കുറച്ച് നാൾ വർക്ക് ചെയ്യായിരിക്കും അല്ലെ. പിന്നീട് എന്താണ് പിന്നീട് ചിലപ്പോ ആ ജോലി അല്ലെങ്കിൽ ബോറടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് വെറുതെ സാലറി മാത്രം കിട്ടിയാൽ മതിയോ, നമുക്കൊരു റിഫ്രഷ്മെന്റ് ഒക്കെ വേണ്ടേ, മറ്റു ബെനിഫിറ്റ്സുകളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു ജോലിയെ കൊണ്ട് ഒരു എന്താ ഉണ്ടാവുക, മാസം ശമ്പളം മാത്രം വാങ്ങിച്ച് ജീവിച്ചാൽ മതിയോ? ഇല്ല, നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ബെനിഫിറ്റ്സുകൾ ഉണ്ടെങ്കിലുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്താല് എന്തെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ. പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ദ ജോബ്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ് അല്ലെ. എന്താണ് പ്രോഗ്രാംസും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും അല്ലെ. പ്രോഗ്രാംസുകളോ മറ്റു ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആളുടെ പേഴ്സണൽ ഗ്രോത്തില് ഉണ്ടാകുന്നു എന്നാണ്. പേഴ്സണൽ ഗ്രോത്ത് എന്താണ് ജീവനക്കാരൻ തന്നെ എന്താണ് കുറച്ചുകൂടി ആൾക്ക് ഡെവലപ്ഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ. പേഴ്സണലി ആൾക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ 4 പ്രിൻസിപ്പിൾസ് ആണ് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പ്രധാനമായും പറയുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രധാനമായും നിയമനങ്ങൾ നടത്തപ്പെടുന്നത്. ഓക്കെ. ഈ 4 പോളിസീസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. 4 പഠിച്ചു വെക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അത് ക്ലിയർ ആണോ? ഈ 4 പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കി എന്താണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. ആ ഒരു ഭാഗം കൂടി ഒന്ന് വായിച്ചു നോക്കി. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? There is no general procedure for hiring new staff which is applicable to all enterprises. Each enterprise has its customized procedures which brings its desired quantity and quality of manpower at the minimum possible cost. എന്താണ് there is no general procedure എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും എന്താണ് പുതിയ സ്റ്റാഫുകൾ നിയമിക്കുന്നതിനായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളില്ല അല്ലെ. എല്ലാ ഓർഗനൈസേഷനും വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ അവർക്ക് ആർക്കും എന്താണ് ഒരേപോലെ ഒരു ജനറൽ പ്രൊസീജിയേഴ്സിലൂടെ ഒന്നല്ല ഓരോരുത്തരും ആപ്ലിക്കൻസിനെ തിരഞ്ഞെടുക്കപ്പെടും. അതിന് പ്രത്യേകമായിട്ട് നിയമാവലികളൊന്നും തയ്യാറാക്കും. ഓക്കെ. Each enterprise has its customized procedures which bring its desired quantity and quality of the manpower at the minimum possible cost. എന്താണ് ഓരോ എന്റർപ്രൈസസും അല്ലെ, ഓരോ എന്റർപ്രൈസസിന് എന്താണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ അതെ അവർക്ക് ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്തമാണ് അല്ലെ. എല്ലാ കമ്പനീസും വ്യത്യസ്തമാണ്. അവിടെയുള്ള ആൾക്കാരായിരിക്കും
അവിടെയുള്ള ഹെഡ് ആയിരിക്കുന്നത് ആ കമ്പനിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും അവര് ആ ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അതിലെന്താണ് quantity and quality of the manpower at the minimum possible cost. എന്താണ് അപ്പൊ അത് ഏറ്റവും സാധ്യമായി കുറഞ്ഞ ചെലവില് എന്താണ് ആവശ്യമായ അളവും പിന്നെ എന്താണ് മനുഷ്യശക്തിയും കൊണ്ടായിരിക്കും. അതായത് എത്രത്തോളം ആവശ്യമായിട്ട് വരുന്നു അതൊക്കെ അവർ തീരുമാനിക്കുന്ന ആരാണ്, എന്തോരം മാൻ പവേഴ്സ് അതിൽ ആവശ്യമാണ്, മിനിമം പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെ, തുച്ഛമായ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു പ്രൈസിൽ അവൈലബിൾ ആവുന്ന തരത്തിൽ എന്നാൽ ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള വിഭവങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ തിരഞ്ഞെടുക്കപ്പെടും. എന്താണ് പറഞ്ഞേ, there is a no general procedure for hiring new staff which is applicable to all business enterprises. എന്താ പറയുന്നത്, എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നതിൽ എന്താണ് ഒരു പുതിയ പ്രത്യേകമായിട്ടൊരു നടപടിക്രമങ്ങളോ പ്രൊസീജിയേഴ്സോ ഒന്നും ഇല്ല. ഓക്കെ, ഓരോ എന്റർപ്രൈസും എന്താണ് അവരുടെ ഇഷ്ടാനുസൃതമായിട്ടാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ആരെയൊക്കെ എങ്ങനെയൊക്കെ റിക്രൂട്ട് ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അത് ഏറ്റവും സാധ്യമായിട്ടുള്ള ചിലവിൽ അല്ലെ മിനിമം പോസിബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിലായിരിക്കും അവരത് നിയമിക്കപ്പെടുന്നതും പിന്നെ എത്രത്തോളം അളവുള്ള ആൾക്കാർ വേണം, എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, എത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഓർഗനൈസേഷന്റെ എന്റർപ്രൈസസ് ആയിരിക്കും അല്ലെ. ഓക്കെ, അതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടം വരെ മതി. ഇവിടെ വരുമ്പോ നിങ്ങൾ വായിച്ചു വരണം കേട്ടോ അടുത്ത ക്ലാസ് വരുമ്പോ. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് പറഞ്ഞു, സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സെക്കൻഡ് സ്റ്റെപ്പ് വരെ നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ വരെ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ചെയ്തുള്ളൂ.